ഒരു കട തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ കേട്ടോ. അടുത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഇരിക്കുന്നത്. ഇപ്പൊ നോക്കിയാമേ അച്ഛൻ്റെ ഏരി വെച്ചാൽ കറക്റ്റായിട്ട് നല്ലൊരു മാല മേടിച്ചു കേട്ടോ കുഞ്ഞിൻ്റെ. നല്ലൊരു കണ്ടോ, കാണിക്കത്തില്ല കണ്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ലേ അല്ലേ ചാ? അപ്പം സൂപ്പറായിട്ട് നടന്നില്ല എല്ലാ കാര്യങ്ങളും? എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടന്നില്ലേ? അതെ, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ വേണ്ട നമ്മുടെ ചിന്ന തേണ്ട ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ചിന്ന തേണ്ട ഇവിടെ ഉറക്കം കേട്ടോ. വീട്ടിൽ വിളിക്കുന്ന ഒരു ചിന്ന, റിദാൻ. അമ്മ അച്ഛനും വിളിക്കുന്നത് മഹാദേവൻ. അതെ, 3 പേരുണ്ട് കുഞ്ഞിന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞിൻ്റെ പേരൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞിൻ്റെ പേര് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വന്നായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വന്ന കുറച്ച് കമൻറ്റുകളാണ് കുഞ്ഞിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കാണിക്കുമെന്ന് കേട്ടോ. അപ്പം കുഞ്ഞിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ നിങ്ങളെ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാനായിട്ട് പോകണല്ലേ? ഒരു ലോഡ് സാധനം അകത്തിരിപ്പുണ്ടല്ലേ ദേശു? കുറേ ഉണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ് ഞങ്ങളുടെ മുറിക്കകത്ത് കയറാൻ പറ്റത്തില്ല, അത്രയും ഗിഫ്റ്റുകളെല്ലാം അകത്തിരിപ്പുണ്ട് കേട്ടോ. അപ്പം കുറേ ഉണ്ടല്ലേ? പിന്നെ കൊച്ചുമോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൊച്ചുമോനെ കുറിച്ച് ഇത്തിരി വഴക്കൊന്നുമില്ല. അതാ, പാവം അല്ലേ? പാവം കുഞ്ഞാണ്. എന്റെ കിടന്ന് ഉറങ്ങുന്നു. അതെ, ഭയങ്കര ചിരിയൊക്കെ ഇല്ലേ? ചിരിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര ചിരിയാ. അവൻ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല, വഴക്കാളിയൊന്നും അല്ല അവൻ. കുഴപ്പമൊന്നുമില്ല, മിടുക്കനാ. എന്നെക്കാളും മിടുക്കനായിട്ട് വരണം. അതെ, വരണം. എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതെ അവൻ ഉന്നതിയിലേക്ക് വരണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതാണ് മഹാദേവൻ. അതുപോലെ തന്നെ കുഞ്ഞ് വൈകിട്ടിടയ്ക്ക് പ്രശ്നമൊക്കെ ഉണ്ടാകും കേട്ടോ. രാത്രി ആകുമ്പോൾ കരച്ചിലൊക്കെ തുടങ്ങും. കരച്ചിൽ നിൽക്കണമെങ്കിൽ അച്ഛൻ പാട്ടൊക്കെ പാടിക്കൊള്ളു അല്ലേ ചാ? അതിപ്പോൾ ചെറിയ നാടൻ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോഴേ അവൻ ഒന്ന് മയങ്ങി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അതെ അതെ, ഇടഞ്ഞാൽ കൊമ്പൻ. അതെ, അവിടെ ലാസ്റ്റ് അച്ഛൻ്റെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്തത് ഇവളില്ലേ? ഇവിടെ എടുക്കാൻ രേഷിൻ്റെ അടുക്കാൻ വന്നാലേ അവൻ കരച്ചിൽ നിർത്തത്തുള്ളൂ. അതെ, ഇപ്പോൾ ഉറക്കം കേട്ടോ രാവിലെ. അതുപോലെ തന്നെ രേഷുവിൻ്റെ പപ്പയാണെങ്കിൽ രാവിലെ തിരിച്ച് ഹൈദരാബാദിൽ പോയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പം ആ വഴി അങ്ങ് എടുത്തേക്കാവുന്ന തീർത്ത് വീഡിയോ. അപ്പോൾ അതെ, ഉറക്കമാണ് കുഞ്ഞ് കേട്ടോ, ഭയങ്കര ഉറക്കമാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ കൊച്ചച്ഛന് വിടില്ല കേട്ടോ. കുഞ്ഞിൻ്റെ കൊച്ചച്ഛന് വിടില്ല, ദാസപ്പന് വിടില്ല. അവനാണെങ്കിൽ ഒരു ട്രിപ്പിന് പോയേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അവൻ കാണും. ഗൈസ്, അപ്പോൾ നമ്മുടെ കുഞ്ഞിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ തന്നെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടോ, ഒരു തുണിക്കട തുടങ്ങാനുള്ള തുണിയുണ്ട് ഇല്ല ചാ? നമുക്കൊരു തുണിക്കട തുടങ്ങാനുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ കുഞ്ഞിന് ഇവിടെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെ, നമ്മൾ തുറക്കാനായിട്ട് പോവാണ്. അല്ല തുറക്കാച്ചാ, ഇതാണെങ്കിൽ നമ്മൾ തുറന്നേക്കുവാണ്. ഇത് ഓൾറെഡി നമ്മൾ തുറന്നില്ല രേശു? അതല്ലേ ഇട്ടേക്ക് നീവൻ അല്ലേ? നമ്മൾ തുറന്നേ കേട്ടോ. ഇത് നല്ലൊരു സെറ്റായിരുന്നു കേട്ടോ, അടിപൊളി സാധനം കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞ് തേണ്ടി ഇപ്പം ഇട്ടേക്കുന്നത് കേട്ടോ. കാണിച്ചു രേശു? അതെ അതെ, അപ്പോൾ ഇതും കൊള്ളാമില്ലേ? ഇത് നല്ലൊരു ബേബി കിറ്റ്, എന്താ പറയുന്നത്? ബേബി സെറ്റ് ഇല്ലേ? ഇതെല്ലാം ഉണ്ട് കേട്ടോ. നല്ല നല്ല അടിപൊളി ഉടുപ്പ്, ചീപ്പ്, ഇതേണ്ട ക്യാപ്പ്, ഇതേണ്ട പൗഡർ, സോപ്പ്, കണ്ണെഴുതാനുള്ള പെൻസില് എല്ലാം ഉണ്ട്. ഇതും അതേപോലെ തന്നെ സെറ്റാണ് നമ്മുടെ കുഞ്ഞ് കിട്ടിയേ. ഇത് ഞാൻ അന്ന് വന്നപ്പോൾ ഇത് ഞാൻ കണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ ചില ഗിഫ്റ്റൊക്കെ ഞാനും ദേശീയം എടുത്ത് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ചിലതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതുപോലെ ഒരെണ്ണമാണ് ഇത്. ഞങ്ങൾ എടുത്ത് ഓർമ്മ ഇത് ഓക്കെ ചാ? ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, നല്ല രസം. എന്താ എല്ലാം നല്ലതാണ്, അതാ പറഞ്ഞത്. ഇനി ഇവന് ഒരു വർഷത്തേക്ക് തുണി എടുക്കണ്ട. ഇന്ന് അടുത്തത് ഇന്നർ ബെന്നിന്. ഇതും കൊള്ളാം കേട്ടോ. ഇതെനിക്ക് വന്ന് കുഞ്ഞ് ഇച്ചിരി വലുതാകുമ്പോൾ ഇടാൻ പറ്റുന്നതായിരിക്കും അല്ലേ ചാ? ഇത് ഇച്ചിരി വലുതല്ലേ? നല്ല അടിപൊളി ഒരു ജീൻസിൻ്റെ ഒരു നിക്കറും നല്ലൊരു ടീഷർട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നല്ലൊരു ടീഷർട്ട് കേട്ടോ. പറഞ്ഞു വെച്ചാ അതുപോലെ തന്നെ ഒരു ടീഷർട്ട്, ജീൻസിന്റെ നിക്കറും. അച്ഛൻ്റെ ഏരി വെച്ചാൽ കറക്റ്റായിട്ട് എല്ലാവരും പിടിച്ചോണ്ട് പോവാ അച്ഛനെ. അടുത്തവർക്ക് എല്ലാം നിങ്ങൾ ഇതും കൊള്ളാം കേട്ടോ, കൊള്ളാം, അടിപൊളി, സൂപ്പർ. ഇത് കൊള്ളാമല്ലോ, നോക്കി കൊള്ളാം.
അയ്യോ, ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങുക. ഒന്നും അറിയുന്നില്ലേ മേ? കുഞ്ഞിനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നടക്കുന്നു. സ്വപ്നം കാണും. സ്വപ്നം കണ്ടു. ഇടയ്ക്ക് ചിരിക്കും, ഇടയ്ക്ക് ഞെട്ടി എണ്ണീക്കും, വിങ്ങിപ്പൊട്ടും. അടുത്തത് കോട്ടും സൂട്ടും. നല്ല പാൻറ് കുഞ്ഞിന് പരിവുള്ള എന്നാ കുഞ്ഞിനൊന്ന് വെച്ചേമ്മേ, വെച്ചേ. എന്താ തലേ കൂടാനോ? ഇവിടുന്ന് ഇവിടെ അല്ല, കുഞ്ഞിനിപ്പോ 3-4 മാസം ആകുമ്പോഴത്തേന് നല്ല പാൻറ്. അതാ നല്ല പാൻറ്റ. ഇപ്പൊ പറ്റത്തില്ല, ഇപ്പൊ അവനകത്ത് കയറി കറുത്താ അവനകത്ത്. ഇത് ടീഷർട്ട് അല്ലേ? അടുത്തത് നിക്കർ ഉടുപ്പില്ലേ? നല്ല നിക്കർ ഉടുപ്പ് തണ്ടേ. ഇത് നോർത്തേ. അടുത്ത് നമ്മൾ തുറക്കുകയാണ്. ബേബി സെറ്റാണ്. എല്ലാ സെറ്റാണ്. അടിപൊളി സാധനം കേട്ടോ. ബേബി പൗഡർ. അടുത്ത് എല്ലാം ഉണ്ട്. കുപ്പിപ്പാൽ, നിബ്ബിളും എല്ലാം ഉണ്ട് കേട്ടോ. അടുത്ത ഐമിയുടെ ചെറിയ സെറ്റാണ്. 4 വള ഉൾപ്പെടെയുള്ള ബേബി സോപ്പ്, ബേബി പൗഡർ. എത്ര രൂപയ്ക്ക് കൊടുക്കും ഇത്? ഇതൊരു 1200 രൂപയ്ക്ക് കൊടുക്കും. ഓക്കെ. ഇത് കണ്ടാണോ? ഇത് ഞാൻ കണ്ടതല്ല. പറഞ്ഞാൽ കെട്ടെടുപ്പോ? ഓ, ഇത് എനിക്കൊന്ന് വള്ളി കണ്ടു. ഇത് അങ്ങനെ ഏരിയത് ഇതൊക്കെ ഇട്ടുണ്ട് പോയാൽ മതി. ഓട്ടം ഓടാൻ പോയി. അടുത്തത് കിലുക്കം എല്ലാം ഉണ്ട് കേട്ടോ. കളിപ്പാട്ട ഉൾപ്പെടെ ബേബി സോപ്പ്, ബേബി പൗഡർ, ടർക്കി, വള, എല്ലാം ഐറ്റം ഉണ്ട്. അതെ, ഇത് ഇങ്ങനത്തെ ബോക്സ് തുറക്കുമ്പോൾ നല്ല മണമുണ്ട്. ഈ സോപ്പിന്റെ ഈ പൗഡറിന്റെ ഇതിന്റെയൊക്കെ ഒരു നല്ല അടിപൊളി മണം വരുന്നു കേട്ടോ. അടുത്തത് വേണ്ടേ, തുറക്കാതെ തന്നെ നമുക്ക് കാണാം. നല്ല അടിപൊളി സാധനം കേട്ടോ. ഇതെല്ലാം സെറ്റാണ് കേട്ടോ. സോപ്പും എല്ലാം വരുന്നതാണ് കേട്ടോ. ഇതിന്റെ ഉടുപ്പ് നമ്മൾ എന്തെങ്കിലും എടുത്തിട്ടതല്ലേ? ആണാന്നാണ്. ഇത് നിക്കറേ ഉള്ളൂ, കുഞ്ഞിന്റെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇട്ടു. അപ്പോൾ എടുത്ത് ഇത് കളർ കൊള്ളാമല്ലോ. ഇത് തുറന്നേ. ഓ, കോട്ടോ, കോട്ട് സൂട്ടോ കൊള്ളാം. അടുത്തത് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഇരിക്കുന്നത്. ഉടുപ്പാണ്, കൊള്ളാം. ഉടുപ്പ് കൊള്ളാം. ഉടുപ്പും പാൻറ്റും അല്ലേ, കൊള്ളാം. അടുത്തത് നമുക്കൊരു കൊള്ളാം. ഉടുപ്പും നിക്കറും കൊള്ളാം. സൂപ്പർ. സൂപ്പർ താരം ഉറക്കോ. അടുത്തതും ഇതും ബേബി കിറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, കൊള്ളാം. ഇതും കൊള്ളാം. ഇതിനകത്ത് നമുക്ക് ഡ്രസ്സുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതും ഐമിയുടെ ഒരു കുഞ്ഞിൻ്റെ ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്തതാണ്, കുഞ്ഞിന് കിട്ടിയതാണ് കേട്ടോ. എല്ലാം ഉണ്ട്. ലോഷന്, സോപ്പ്, ക്രീമുകൾ, ഓയിലുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കവറിൻ്റെ അത് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇത് പിന്നെ നല്ല ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ടീഷർട്ട്, നിക്കർ, ഉടുപ്പ് നിക്കർ എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു സെറ്റാണ്. കുറേ ഉടുപ്പുണ്ട് കേട്ടോ. കുറേ ഉടുപ്പും നിക്കറും എല്ലാം ഉണ്ട് കുഞ്ഞിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ സാധനങ്ങളെല്ലാം കേട്ടോ. ഒരു കട തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതും കൊള്ളയില്ല ചാ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഗിഫ്റ്റുകളെന്ന് പറയില്ലേ. ഒരു കട തുടങ്ങാനുള്ള എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ ചിന്നന് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇതെല്ലാം. പിന്നെ എല്ലാം കുറേ ഉണ്ട് കേട്ടോ. ഇനി നല്ല കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. ചെറിയ എല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ കുഞ്ഞിൻ്റെ പപ്പയാണ് ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോഴത്തേന്, രേഷുവിൻ്റെ പപ്പ ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോഴത്തേന് കുഞ്ഞിന് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് കിടക്കത്തില്ല പുള്ളിക്കാരൻ, അല്ലടി? ഇതിനകത്ത് കിടക്കുന്നത് എപ്പോഴും ആരെങ്കിലും കൈക്കകത്ത് മാത്രമേ പുള്ളി കിടക്കത്തുള്ളൂ. ഇതിനകത്ത് ആകെ 1 മണിക്കൂർ കിടന്നു, ഒരു വട്ടം. അല്ലാതെ കിടന്നിട്ടില്ലല്ലേ? ഇല്ല. അപ്പോൾ ഇല്ല. അപ്പോൾ ഇതാണ് സാധനം. പിന്നെ അതുപോലെ കുഞ്ഞിന് കുറേ സ്വർണ്ണമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. കുറേ മോതിരങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അത് ഞങ്ങൾ കൊടുത്തിട്ട് നല്ലൊരു മാല മേടിച്ചല്ലോ കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് പൈസ കൂടെ ഇട്ടിട്ട് നല്ലൊരു മാല മേടിച്ചു കേട്ടോ. കുഞ്ഞിൻ്റെ നല്ലൊരു കാണിക്കത്തില്ല കണ്ടോ. കൈയെടുത്ത് പൊത്തി മാല പിടിച്ചപ്പോഴത്തേനും വേണ്ടേ മാല മേടിച്ചായിരുന്നു. പിന്നെ കാൽത്തളയൊക്കെ ഉണ്ട്, അരിഞ്ഞാണെല്ലാം ഉണ്ട്. അപ്പം കുഞ്ഞിനും ഗിഫ്റ്റ് ഒത്തിരി കിട്ടിയായിരുന്നു അല്ലേ?
ഇസപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഫംഗ്ഷന് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും അല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും കുഞ്ഞിന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ? അതെ, നമ്മുടെ ചിന്നന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ പാവം കുഞ്ഞാണ്. അപ്പോൾ അതുപോലെ തന്നെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. എൻ്റെ 2-3 വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. കിടുക്കം വീഡിയോസാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്